ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ അടുക്കളയിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല മണം പകരുന്ന വെളുത്തുള്ളി അച്ചാറാണ്. അപ്പോൾ വെളുത്തുള്ളി അച്ചാർ നമുക്ക് നല്ലെണ്ണയിലാണ് ഞാനിന്ന് വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കുന്നത്. നമുക്ക് അടുപ്പിൽ ഒരു ചട്ടി വയ്ക്കാം. തീ കത്തിക്കാം. തീ കുറച്ചിട്ടുള്ളൂ. ഇനി ചട്ടി ചൂടാവണ വരെ നമുക്ക് ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 3/4 കിലോ വെളുത്തുള്ളി ഉണ്ട്. ഇപ്പം ഞാൻ കുറച്ചെണ്ണ കൂടുതൽ ഒഴിച്ചു കൊടുക്കുന്നു. ഈ എണ്ണയൊന്ന് ചൂടാവട്ടെ. ഇപ്പം എണ്ണ ചൂടായി. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് ഉലുവയും കൂടി ഇട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് ഇഞ്ചി ഞാൻ കുറച്ച് വെളുത്തുള്ളിയുടെ ഒപ്പം തന്നെ നീളത്തിൽ ചെറുതായിട്ട് കുറച്ച് അരിയാണ്. അതിൻ്റെ കൂടെ പച്ചമുളക്. ഇനി നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇനി എണ്ണയിൽ കിടന്ന് വാഴണം. ആ കൂടെ തന്നെ നമുക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് എണ്ണയിൽ വാടട്ടെ. അതിന് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. കൈക്കളവാട്ടോ. കുറച്ച് ഉപ്പ് മതി. നമുക്ക് പോരാത്ത ചേർത്താൽ മതി. ഇതിലത്തെ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് വാടട്ടെ. നന്നായിട്ടൊന്ന് നിറം മാറി കിട്ടും. ഉള്ളി നമുക്ക് നിറം മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി കൂടുതൽ ഇതാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ ഇതേ പാകത്തിന് നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കണം. നമുക്ക് ആദ്യം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. തീ തീരെ കുറച്ചിട്ട് വേണം, അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകും. നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു 3 സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി സാദാ മുളക് പൊടി ഒരു 2 സ്പൂൺ. നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി ഇത് ഈ എണ്ണയിൽ തന്നെ ഈ മുളക് പൊടിയൊക്കെ കൂടി ഒന്ന് ഇതിലേക്ക് ചേരണം. നമുക്ക് ഇതിനകത്ത് കുറച്ച് കായപ്പൊടി, കുറച്ച് ഉലുവ. ഇത് ഞാൻ വറുത്ത് പൊടിച്ച ഉലുവയാണ്. ഞാൻ തീ കിടത്തിയിട്ടേക്കുവാണ് കേട്ടോ. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് മാറ്റി ഇനി ഇതിനകത്ത് നമുക്ക് വിനാഗിരി ഒഴിച്ച് ചൂടാക്കി എടുക്കണം. വിനാഗിരി അതിലേക്ക് ഒഴിച്ചാൽ ശരിയാവില്ല. ഇത് നമ്മൾ ചൂടാക്കിയിട്ട് തണുപ്പിക്കണം. ഇതൊന്നിവിടെ ഇരുന്ന് ചൂടാവണം. ചൂടായാൽ മതി, തിളപ്പിക്കണ്ട. ചൂടായിട്ട് അത് തണുത്തു വേണം നമുക്ക് ഒഴിക്കാനായിട്ട്. ചൂടായിട്ടുണ്ട്. നമുക്ക് തീ കടത്തി വെച്ച് അതൊന്ന് തണുക്കട്ടെ. അപ്പോൾ നമ്മുടെ വിനാഗിരി ചൂടാക്കിയത് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാറിലേക്ക് ചേർത്ത് ഇളക്കി റെഡിയാക്കാം. ആവശ്യത്തിന് കുറച്ച് വിനാഗിരി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ പുളി ഒക്കെ നോക്കിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇതിൻ്റെ ഉപ്പൊക്കെ പാകണമെന്ന് ഞാൻ തന്നെ നോക്കാം. കറക്റ്റ് അളവാണ്. പാകത്തിന് ഉപ്പുണ്ട്, കായമുണ്ട്, ഉലുവപ്പൊടി കൂടിയിട്ടൊന്നുമില്ല, പാകത്തിനുണ്ട്. എല്ലാം തന്നെ വൈരും ഒക്കെ പാകമാണ്. ഇനി ഇത് നമുക്ക് തണുത്ത് കഴിഞ്ഞിട്ട് ഒരു ചില്ലു കുപ്പിയിൽ കോരി വയ്ക്കാം. അപ്പോൾ ഇരുന്ന് തണുക്കട്ടെ. തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ചില്ലു കുപ്പിയിൽ കോരി വയ്ക്കും. നന്നായിട്ട് തണുക്കണം. അപ്പം ശരിക്കും ഇരുന്ന് തണുക്കട്ടെ. നമ്മുടെ അച്ചാർ തണുത്ത് ഇനി നമുക്ക് ഇതൊരു കുപ്പിയിലേക്ക് കോരി വയ്ക്കണം. അപ്പം ഞാനിതൊരു കുപ്പിയിലേക്ക് കോരി വയ്ക്കുക. അപ്പം നമ്മുടെ കുപ്പിയിൽ നിറച്ച് കോരി എടുത്ത് ഇനി ഇതിനകത്ത് ഞാനൊരു വേറൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പുറത്ത് ലേശം വിനാഗിരി, ലേശം നല്ലെണ്ണയും കൂടി ഒഴിച്ച് അടച്ചു വെച്ചാൽ നമുക്കിത് കേടാവില്ല. ഇത് എത്ര നാൾ വേണേലും ഇരുന്നോളും. പിന്നെ നമ്മളിത് ഒത്തിരി നാൾ ഉപയോഗിക്കാനുള്ളതാണെങ്കിൽ നമുക്ക് എന്തായാലും ഇത് ഫ്രിഡ്ജിൽ വെക്കാം. പക്ഷെ ഫ്രിഡ്ജിൽ ഇന്ന് വെക്കരുത്. നമ്മൾ ഒരു കുറച്ച് ദിവസം വെളിയിൽ വെക്കണം. ഒരു 5 ദിവസമെങ്കിലും വെളിയിൽ ഇരുന്നിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കാമുള്ളത്. അപ്പം എൻ്റെ
വെളുത്തുള്ളി അച്ചാർ റെഡി. ഇതുപോലുള്ള റെസിപ്പികളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. എൻ്റെ ചാനൽ ടേസ്റ്റ് ആൻഡ് ട്രാവൽ വിത്ത് പ്രസന്ന സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യാനും മറക്കല്ലേ. വീണ്ടും കാണാം. ബൈ.